നമസ്കാരം. ഓരോ ദിവസവും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എത്രയെത്ര ചിന്തകൾ വരുന്നുണ്ടെന്നറിയാമോ? ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ദിവസം 12,000 മുതൽ 60,000 വരെ ചിന്തകൾ ഉണ്ടായേക്കാം എന്നാണ് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിലെ 80% നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് ആണ്. ഒരു ചെറിയ നെഗറ്റീവ് ചിന്ത മതി നമ്മുടെ സമാധാനവും ആത്മവിശ്വാസവും നശിപ്പിക്കാൻ. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ചിന്തകളൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന്? Where do thoughts actually comes from? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചിന്തകളുടെ ഉത്ഭവത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്ന നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ശാസ്ത്രീയമായ വഴികളിലൂടെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ചിന്തകൾ എന്നത് മാന്ത്രികമായി ഉണ്ടാകുന്ന ഒന്നല്ല. നമ്മുടെ തലച്ചോറിലെ കോടിക്കണക്കിന് വരുന്ന ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോ കെമിക്കൽ സിഗ്നലുകളാണ് ചിന്തകൾ. നമ്മുടെ തലച്ചോറിലെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട്. പ്രധാനമായും അത് ലിംബിക് സിസ്റ്റവും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഏരിയയുമാണ്. ഇതിൽ ലിംബിക് സിസ്റ്റം നമ്മുടെ ഇമോഷൻസിനെയും ഓർമ്മകളെയും കൺട്രോൾ ചെയ്യുന്ന ഏരിയയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തിട്ടുള്ള അമിഗ്ഡാല പോലുള്ള ഭാഗങ്ങൾ, അഥവാ പേടി, ആശങ്ക, മുൻപുണ്ടായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ, ആങ്സൈറ്റി, സ്ട്രെസ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് റീജിയൻ, നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗം. യുക്തിപരമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നമ്മളെ സഹായിക്കുന്നത് ഈ ഭാഗമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ അപബോധ മനസ്സിൽ കിടക്കുന്ന കഴിഞ്ഞകാല അനുഭവങ്ങൾ, ചെറുപ്പകാലത്തുണ്ടായ ശീലങ്ങൾ, ജനറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം നമ്മുടെ ചിന്തകൾ രൂപപ്പെടുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ തലച്ചോറിലുണ്ടാകുന്ന ന്യൂറോ കെമിക്കലുകളുടെ വ്യത്യാസങ്ങളും ചേർന്നുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് ചിന്തകൾ. എന്തുകൊണ്ടാണ് പോസിറ്റീവ് ചിന്തകളേക്കാൾ കൂടുതൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? ഇതിന് നമ്മുടെ എവല്യൂഷനിൽ, നമ്മുടെ പരിണാമത്തിൽ തന്നെ ഒരു കാരണമുണ്ട്. അതിനെ ശാസ്ത്രീയമായി നെഗറ്റീവ് ബയസ് എന്ന് പറയാം. അതിന് കാരണം നമ്മുടെ പൂർവികർ തന്നെയാണ്. നമ്മുടെ പൂർവികർ പണ്ട് കാടുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരു നല്ല പൂവിനെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ പാമ്പിനെയോ പുലിയെയോ പോലുള്ള അപകടങ്ങളെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങളെയും മോശം കാര്യങ്ങളെയും വേഗത്തിൽ തിരിച്ചറിയാൻ കണക്കിന് നമ്മുടെ തലച്ചോർ പരുവപ്പെട്ടു. അന്ന് അതിജീവനത്തിന് അത് ആവശ്യമായിരുന്നു. പക്ഷേ ഇന്ന് ആ പേടിയാണ് പരീക്ഷാ പേടിയായും ജോലിയിലെ ആശങ്കയായും അനാവശ്യ നെഗറ്റീവ് തോട്ട്സായും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിന്തകളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. തോട്ട് ചലഞ്ചിങ്, തോട്ട് ലേബലിംഗ്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇത് 3 കാര്യങ്ങൾ. ഇതിൽ ആദ്യത്തേത് തോട്ട് ചലഞ്ചിങ്. സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പ്രകാരം എല്ലാ ചിന്തകളും സത്യമല്ല. ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ നമ്മൾ ചലഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. സ്വയം ചോദിക്കുക, ഞാൻ ഈ ചിന്തിക്കുന്ന കാര്യം സത്യമാണെന്ന് എന്താണ് തെളിവ്? മിക്കപ്പോഴും അത് നമ്മുടെ വെറുമൊരു തോന്നലായിരിക്കാം. രണ്ടാമത്തെ കാര്യമാണ് തോട്ട് ലേബലിംഗ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിൽ വിശ്വസിച്ച് വിഷമിച്ചിരിക്കുന്നതിന് പകരം അതിനെ ഒരു 3-ാം കക്ഷിയായി കണ്ട് ലേബൽ ചെയ്യുക. ഉദാഹരണത്തിന്, ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വയം പറയുക, ഞാനൊരു പരാജയമാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഞാനും മനസ്സും അവിടെ 1-ാം കക്ഷിയും 2-ാം കക്ഷിയുമാണ്. പരാജയമാണെന്നുള്ള ചിന്ത നമ്മൾ 3-ാം കക്ഷിയാക്കുക. അങ്ങനെ ഒരു സംഭവം അതിനിടയ്ക്ക് നടക്കുന്നുണ്ട്, പക്ഷേ നമ്മളെ അത് ബാധിക്കാൻ പാടില്ല. ഇതിന് നമുക്ക് കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ എന്നും കൂടെ പറയാം. കാരണം ഇങ്ങനെ നമ്മൾ ചിന്തകളെ ഒരു 3-ാം കക്ഷിയാക്കുമ്പോൾ, നെഗറ്റീവ് ചിന്തകളെ ഒരു 3-ാം കക്ഷിയാക്കി മാറ്റി നിർത്തുമ്പോൾ ആ ചിന്തകളും നമ്മളും തമ്മിൽ ഒരകലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തകളുടെ മേൽ ഒരു കൺട്രോളും കിട്ടും. ആ ചിന്തകൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് മുൻപേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതാണ് തോട്ട് ലേബലിംഗ്. അതുപോലെ തന്നെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉപയോഗിക്കുക. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ തലച്ചോറിന് സ്വയം മാറാൻ അല്ലെങ്കിൽ സ്വയം ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള കഴിവുണ്ട്. അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്.
എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്ന ചില ഏരിയകൾ, തലച്ചോറിലെ ചില ഭാഗങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ ശക്തിപ്പെടും. അപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ചിന്തിക്കാൻ തോന്നുമ്പോൾ അതോടൊപ്പം തന്നെ അതിനെ പോസിറ്റീവായിട്ട് കൂടെ മാറ്റി ചിന്തിക്കുക, റീറൈറ്റ് ചെയ്യുക. പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് തോട്ട്സിൻ്റെ ഭാഗങ്ങൾ ഒന്ന് ക്ഷീണിക്കും. ദിവസവും നന്ദിയുള്ള കാര്യങ്ങൾ ഓർത്തെഴുതുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഇതിന് വളരെ ഫലപ്രദമാണ്. പ്രശസ്ത റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഔറേലിയസ് പറയുന്നുണ്ട്, ദ ഹാപ്പിനെസ് ഓഫ് യുവർ ലൈഫ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം നിങ്ങളുടെ ചിന്തകളുടെ ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്, പക്ഷേ അതിനെ വളർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നെഗറ്റീവ് ചിന്തകളെ നേരിടാൻ നിങ്ങൾ ഏത് രീതിയാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. തലച്ചോറിൻ്റെയും മനസ്സിൻ്റെയും രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ ഹെൽത്തി.